കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായതോടെ സീറ്റ് ആവശ്യപ്പെട്ട് KSUവും KMCCയും രംഗത്ത് വന്നു. 5 പേരുടെ പട്ടിക ദേശീയ നേതൃത്വത്തിന് കൈമാറി KSU. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സീറ്റ് നൽകണമെന്നാണ് ആവശ്യം. അതേസമയം സീറ്റ് ആവശ്യപ്പെട്ട ലീഗ് പോഷക സംഘടനയായി KMCCയും രംഗത്ത് വന്നു. വിശദമായ റിപ്പോർട്ട് കാണാം. സീറ്റ് ചർച്ചകൾക്കായി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലെത്തിയതിനു പിന്നാലെയാണ് സീറ്റ് ആവശ്യം ശക്തമാക്കി KSUവും KMCCയും രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥികളാക്കാൻ ഉദ്ദേശിക്കുന്ന 5 പേരുടെ പട്ടികയും മണ്ഡലവും KSU ദേശീയ നേതൃത്വത്തിന് കൈമാറി. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. വൈസ് പ്രസിഡന്റുമാരായ അരുൺ രാജേന്ദ്രൻ, യദുകൃഷ്ണൻ, ആൻ സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഷമാസ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. അരുൺ രാജേന്ദ്രനെ ആറ്റിങ്ങൽ, മാവേലിക്കര മണ്ഡലങ്ങളിലും യദുകൃഷ്ണനെ ചാത്തന്നൂരോ ചടയമംഗലത്തോ പരിഗണിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂരിൽ നിന്നുള്ള യുവനേതാവും വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ഷമാസിന് കണ്ണൂരല്ലെങ്കിൽ പയ്യന്നൂർ നൽകണം. ആൻ സെബാസ്റ്റ്യനെ ഇരങ്ങാലക്കുടയോ കാഞ്ഞിരപ്പള്ളിയോ മത്സരിപ്പിക്കണമെന്നും KSU ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ തവണ 3 സീറ്റ് ചോദിച്ചപ്പോൾ 2 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചതെന്നും ഇത്തവണ 3 സീറ്റുകളെങ്കിലും നൽകണമെന്നും KSU ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി പരിഗണനയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനം. ഇക്കുറി യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുമെന്ന നേതൃത്വത്തിന്റെ വാക്കുകളിലാണ് യുവനേതാക്കളുടെ പ്രതീക്ഷ. മുസ്ലിം ലീഗ് പോഷക സംഘടനയായ KMCCയും ഇക്കുറി സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി സീറ്റ് നൽകണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. വിജയസാധ്യതയുള്ള സീറ്റാണ് KMCC ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റു പോഷക സംഘടനകളെ പരിഗണിക്കും പോലെ തെരഞ്ഞെടുപ്പിൽ KMCCയെയും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് നേതൃത്വത്തിനുടൻ കത്ത് നൽകും. മണ്ഡലാടിസ്ഥാനത്തിൽ UDF ചർച്ചകൾ സജീവമാണ്. താഴെത്തട്ടിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയും KPCC നേതൃത്വവും ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ പ്രഖ്യാപനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.